ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു സന്യാസി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. യാത്രാമധ്യേ മറ്റൊരു സന്യാസിയുടെ ആശ്രമത്തെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. ധാരാളം ശിഷ്യഗണങ്ങളുള്ള നല്ല വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ആ ആശ്രമത്തിലെ സന്യാസി. അതിഥിയായ സന്യാസി ആശ്രമത്തിലെത്തി അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഗുരുവിനെ കാണാനാണ് വന്നിരിക്കുന്നത്. എന്നെപ്പോലൊരു വലിയ സന്യാസിയെ അതിഥിയായി ലഭിച്ചത് നിങ്ങളുടെ ഗുരുവിൻ്റെ വലിയ ഭാഗ്യമാണ്. ഇന്ന് എൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ആശ്രമം ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങയെ കാണാൻ വലിയൊരു സന്യാസി വന്നിട്ടുണ്ട്. ഗുരു പറഞ്ഞു, ഞാൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് വന്ന് എന്നെ കാണാൻ പറയൂ. ശിഷ്യന്മാർ അങ്ങനെ തന്നെ അതിഥിയോട് പറഞ്ഞു. ആ സന്യാസി പറഞ്ഞു, എന്ത്, മരിച്ചതിന് ശേഷം ഞാൻ എന്തിന് അദ്ദേഹത്തെ കാണണം? എനിക്ക് ഇപ്പോൾ കാണാൻ അവസരമില്ലെങ്കിൽ ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല. ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, ഗുരു മരിച്ചതിന് ശേഷമല്ല, ഞാൻ എന്ന അഹങ്കാരം മരിച്ചതിന് ശേഷം വരാനാണ് താങ്കളോട് പറഞ്ഞത്. അതിഥിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ഗലാത്യർ 6:3 പറയുന്നു, ഞാൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഇന്ന് പലരും ഈ വഞ്ചനയുടെ പിടിയിലാണ്. ഞാൻ ആരൊക്കെയാണ്? ഞാനാണ് കുടുംബത്തിന് വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നത്. ഞാനാണ് ഈ ഉയർച്ചയുടെ എല്ലാം കാരണക്കാരൻ. ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാം ശരിയായിട്ട് നടക്കുന്നത്. ഇങ്ങനെയെല്ലാം ഞാൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും അധിപതി എന്ന ചിന്തയോടെ ജീവിക്കുന്നവർ. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ ജീവിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളെയോ അവരുടെ സേവനത്തെയോ തിരിച്ചറിയാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ എന്ന അഹങ്കാര ചിന്തയെ നശിപ്പിച്ചാൽ ജീവിതം കൂടുതൽ സന്തോഷകരമാകും. സ്വയം അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം അഹങ്കാരത്തിൻ്റെ ഉന്നതിയിൽ നിന്നും താഴേക്ക് വീഴുമെന്നത് മറക്കരുത്. ആ വീഴ്ച വലിയതായിരിക്കും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുന്ന ഒരു ദിവസമുണ്ടാകും. എനിക്ക് ഈ ചിന്തകളൊക്കെ മാറ്റി ഞങ്ങൾ തുടങ്ങിയ വലിയ സ്വീകാര്യതയിലേക്കുള്ള മാറ്റം വലുതാണ്. നമുക്ക് നമ്മെ തന്നെ പുതുക്കാം, അഹങ്കാരത്തെ ഇല്ലാതാക്കാം, മറ്റുള്ളവരെ കൂടി പരിഗണിക്കാം. അങ്ങനെ പരസ്പര സ്നേഹത്തിൽ ഒത്തൊരുമിച്ച് കഴിയാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മാനത്തു മിന്നുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മുറ്റത്ത് പൂക്കുന്ന പൂമുല്ലയും സർവേശ്വരാ നിന്നെ വാഴ്ത്തിടുന്നു. മുറ്റത്ത് പൂക്കുന്ന പൂമുല്ലയും സർവേശ്വരാ നിന്നെ വാഴ്ത്തിടുന്നു. ദൈവമേ, നിൻമുഖം കാണുവാനായി, നിൻമൊഴി ഞാനൊന്നു കേൾക്കുവാനായി.